ഇടതു സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുവെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. വ്യാജമദ്യ, ലോട്ടറി, ഭൂമാഫിയ കൂട്ടുകെട്ടാണ് സംസ്ഥാനം ഭരിക്കുന്നത്. കുട്ടനാട് പാക്കേജ് ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. ആലപ്പുഴ ജില്ലയിലെ UDF നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കവേ ഇടതു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സോണിയാഗാന്ധി ഉന്നയിച്ചത്. CPM കാലഹരണപ്പെട്ടു. LDFന്റെ 5 വർഷത്തെ ഭരണം സംസ്ഥാനത്തെ പിന്നോട്ടടിച്ചുവെന്നും സോണിയാഗാന്ധി പറഞ്ഞു. The LDF that raises fingers towards others, that talks of certain facts of corruption, they are steep, deep in corruption. Scam after scam has taken place under their government. The government has been destroyed by liquor, land and lottery syndicate. And the gangs, and these gangs have actually ruled in these areas, in rural areas. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പല പദ്ധതികളും നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തി. കുട്ടനാട് പാക്കേജ്, സുനാമി പാക്കേജ് എന്നിവയുൾപ്പെടെ പല പദ്ധതികളും നടപ്പാകാതിരുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണ്. UDF അധികാരത്തിൽ വന്നാൽ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടുന്ന അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇത് മാറ്റത്തിന്റെ സമയമാണെന്ന് പറഞ്ഞാണ് സോണിയാഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചത്.